ഏത് ഹൈക്കോടതി, എന്ത് ഹൈക്കോടതി, എന്തു വിധി, കോടതി വിധി ഉണ്ടെങ്കിലും റോഡ് തടഞ്ഞ് പരിപാടികൾ നടത്തുക എന്നുള്ളത് ഞങ്ങളുടെ ജന്മാവകാശമാണെന്ന് വിചാരിച്ചു വച്ചിരിക്കുന്ന കുറേ ജനങ്ങളാണ്, കുറേ സംഘടനകളാണ്, കുറേ സർക്കാർ സ്ഥാപനങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നത് വ്യക്തമാണ്. തിരുവനന്തപുരത്ത് CPM-ന്റെ സമ്മേളനം നടത്താൻ വേണ്ടിയിട്ട് റോഡിൽ സ്റ്റേജ് കിട്ടിയതും റോഡ് അടച്ചതുമൊക്കെ വലിയ വിഷയമാണ്, നമ്മൾ കണ്ടതാണ്. അതേ തിരുവനന്തപുരത്ത് തന്നെ കഴിഞ്ഞ ദിവസം വളരെ ഗതാഗത കുരുക്ക് അനുഭവിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ബാലരാമപുരം എന്ന് പറയുന്ന സ്ഥലം. അവിടെ നമ്മൾ യാത്ര ചെയ്തു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ വല്ലാതെ ശപിച്ചു പോകും നമ്മുടെ കേരളത്തിലെ ഗതാഗത സംവിധാനത്തെ. അത്ര ഗുരുതരമാണ് നമുക്കവിടെ ഗതാഗത കുരുക്കെന്ന് പറയുന്നത്. നമ്മൾ കാറിലൊക്കെയാണ് പോകുന്നെങ്കിൽ ഈ ബാലരാമപുരം കഴിഞ്ഞ് കുറച്ച് സ്ഥലം കഴിഞ്ഞ് കിട്ടാൻ നമ്മുടെ കാറ് ഏകദേശം 3/4 മണിക്കൂറോളം അല്ലെങ്കിൽ 50 മിനിറ്റെങ്കിലും എടുക്കും ഒരു കിലോമീറ്റർ കടന്നു കിട്ടാൻ. കാറിൻ്റെ ക്ലച്ച് മുഴുവൻ കരിഞ്ഞ് നാശമാകും. പിന്നെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി നന്നാക്കി എടുത്താലേ പറ്റൂ. അതാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ കാൽമുട്ടുകളും വേദന തുടങ്ങും. ഇതാണ് ഈ ബാലരാമപുരത്തിൻ്റെ ഒരു അവസ്ഥ. അത് ബൈക്കിലായിരുന്നാലും കാറിലായിരുന്നാലും ഇത് തന്നെയാണ് അവസ്ഥ. ബൈക്കിലാണെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഊരിതിരിഞ്ഞൊക്കെ പോകാം, പക്ഷേ അവനും വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതാണ് ബാലരാമപുരത്തിൻ്റെ, അതിലേക്കൂടെ കടന്നുപോയി ആർക്കും അറിയാം ബാലരാമപുരം എന്ന സ്ഥലത്തെ ഗതാഗത കുരുക്കിൻ്റെ രൂക്ഷത. അവിടെ റോഡ് കയ്യേറി സമ്മേളനം നടത്താൻ അവിടുത്തെ ഗ്രാമപഞ്ചായത്ത്, ബാലരാമപുരം ഗ്രാമപഞ്ചായത്ത് ഒരു നടപടി എടുത്തിരിക്കുന്നു. അവിടെ കഴിഞ്ഞ ദിവസം വൻ യാത്രാ കുരുക്കാണ് ഉണ്ടായത്. നടപ്പാത കയ്യേറി കസേരയിട്ട് ആൾക്കാരെ ഇരുത്തുകയും സ്റ്റേജ് കെട്ടുകയും ചെയ്തു എന്നതാണ് ഇപ്പോൾ കാണുന്നത്. അവിടെ പോലീസിൽ നിന്നാണ് ഇതെല്ലാം ചെയ്തു കൊടുത്തത്. അവർക്ക് ബാരിക്കേഡ്, അതായത് ഈ ബാരിക്കേഡ് ഉണ്ടാക്കി ഈ റോഡ് കയ്യേറിയവരെ സംരക്ഷിക്കാൻ വേണ്ടി പോലീസ് ബാരിക്കേഡ് വരെ ഉണ്ടാക്കി വെച്ചു കൊടുത്തു എന്നാണ് കേൾക്കുന്നത്. തിരുവനന്തപുരത്ത് വീണ്ടും സംഭവിച്ചിരിക്കുന്നു എന്നാണ്. ഇത് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ജ്വാല വനിതാ കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു സംവിധാനം എല്ലായിടത്തും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഒരു 24 മണിക്കൂറും സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ, അവർ തന്നെ സംഘടിപ്പിക്കുന്ന, അത് ഗ്രാമപഞ്ചായത്തിൻ്റെയും സർക്കാരിൻ്റെയൊക്കെ പിന്തുണയോടുകൂടി സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി നടത്തുന്ന സംവിധാനമാണ്. ശരി, അതൊക്കെ നടന്നുകൊട്ടെ. സ്ത്രീ ശാക്തീകരണമാണ് നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്നുള്ളത് കൊണ്ട് അതൊക്കെ നടന്നുകൊട്ടെ, എല്ലാം പൊയ്ക്കോട്ടെ. പക്ഷേ അതിനെല്ലാം മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതാണ്. ഹൈക്കോടതി ഇവിടെ സെക്രട്ടേറിയറ്റിൽ സമരത്തിന്റെ ഭാഗമായിട്ട് ജോയിന്റ് കൗൺസിലുകാർ അവിടെ കസേരയിട്ട് ഫുട്പാത്തിൽ ഇരുന്നു എന്ന പേരിൽ കേസെടുത്ത പോലീസാണ് ഈ ബാലരാമപുരത്ത് ഇത്രയും ഗതാഗത കുരുക്ക് നടന്ന സ്ഥലത്ത് കസേരയിട്ട് ഈ സ്ത്രീകൾ മുഴുവൻ ഇരിക്കുകയും അവിടെ സ്റ്റേജ് കെട്ടി പരിപാടി നടത്തുകയും ചെയ്തിട്ട് എല്ലാ സംവിധാനവും ഒരുക്കി കൊടുക്കുകയും ഗതാഗതം വഴിതിരിച്ചു വിടുകയും ബാലരാമപുരം സ്റ്റോപ്പ് തന്നെ ഒരു 500 മീറ്റർ അകലെയുള്ള മുസ്ലിം പള്ളിക്ക് അടുത്തേക്ക് സ്റ്റോപ്പ് മാറ്റി കൊടുക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഇവിടെ കോടതി വിളിച്ചു നിർത്തി ചോദ്യം ചെയ്താലും പോലീസുകാർക്ക് ഭയമില്ലാതായിരിക്കുന്നു. പോലീസ് എന്ന് പറയുന്ന ഈ നിയമം പാലിക്കേണ്ട ഈ ഒരു സ്ഥാപനം, അവർക്ക് കോടതികളുടെ ഉത്തരവ് പുല്ലുവിലയായി കണ്ടിരിക്കുന്നു. ഈ ഗവൺമെന്റ് കീഴിൽ ഞങ്ങൾക്ക് എന്തു ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട് എന്ന്. ഇതൊരു വനിതാ പരിപാടി ആയതുകൊണ്ട് അതിനുള്ള കൺസിഡറേഷൻ, ഒരു വനിതാ കോടതി പോലും ശിക്ഷ വിധിക്കുമ്പോൾ അത് ഒരു വനിതയാണ്, ഒരു സ്ത്രീയാണ് എന്ന ഒരു കൺസിഡറേഷൻ കൊടുക്കുമല്ലേ. അതുകൊണ്ട് ഈ പരിപാടിക്കും കോടതി ഒരു സ്ത്രീ കൺസിഡറേഷൻ കൊടുക്കുമെന്നുള്ള ഒരു മിഥ്യാധാരണ കൊണ്ടായിരിക്കാം ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഈ പഞ്ചായത്ത് അധികൃതരും ഇങ്ങനെ ഈ പീക്ക് ടൈം പോലും അവിടെ ബാലരാമപുരം എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് മറ്റ് പല സ്ഥലങ്ങളുമുണ്ട് ഇത്തരത്തിൽ വനിതാ സംഗമം നടത്താൻ, ഈ ജ്വാല വനിതാ കൂട്ടായ്മയൊക്കെ നടത്താൻ വേണ്ടിയിട്ട്, സ്ത്രീ ശാക്തീകരണം നടത്താൻ വേണ്ടിയിട്ട് ബാലരാമപുരത്ത് ഈ പ്രധാന ജംഗ്ഷനിൽ ആൾക്കാർ നടന്നു പോകുന്ന 2 വശത്തു കൂടെ നിറയെ ആൾക്കാർ നടന്നു പോകുന്നതാണ്. ഇപ്പോൾ ഇവർ കസേരയിട്ട് ഇരുന്നപ്പോൾ ഈ ആൾക്കാർക്ക് നടക്കാൻ കഴിയാതായി. അവർ റോഡിലേക്ക് ഇറങ്ങി നടന്നപ്പോൾ റോഡിൽ വാഹനങ്ങൾ ഞെരുങ്ങിയാണ് പോകുന്നത്. ഈ ഞെരുങ്ങി പോകുന്ന വാഹനങ്ങൾക്കിടയിൽ കൂടി കാൽനടയാത്രക്ക് നടക്കേണ്ടി വന്നു. ഇതെല്ലാം ഇവിടെ പോലീസുകാർ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സൗകര്യങ്ങളും ഫുട്പാത്ത് കയ്യേറിക്ക് ചെയ്തു കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ നാട്ടിലെ ഒരു നിയമ സംവിധാന നിലനിൽപ്പ്. ഇതാണ് നമ്മുടെ ഭരണകൂടം. ഇത് കാണുമ്പോഴാണ് നമുക്ക് ഇവിടെ എന്തിനാണ് ഒരു ഭരണകൂടം നിൽക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നിപ്പോകുന്നത്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം,
കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.